ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാക്ടറൈസേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ്. ഇതാണ് ലാസ്റ്റ് സെക്ഷൻ, ഡിവിഷൻ ഓഫ് ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻസ്. ഇത് നമുക്ക് ഒന്നിലധികം മെത്തേഡുകളിൽ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അപ്പൊ അതിൽ നമ്മളോട് ചോദിക്കുക ഡിവൈഡ് എ മോണോമിയൽ ബൈ എനദർ മോണോമിയൽ, ഈ രീതിയിലാണ് പറയാ. അപ്പൊ അത് ഒന്നിലധികം മെത്തേഡുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ പല മെത്തേഡ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഏറ്റവും ആദ്യം എന്താണ് ഇവിടെ നമ്മൾ പറയുന്ന ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിവിഷൻ ഓഫ് ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ എന്നാണ് നമ്മുടെ ടോപ്പിക്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ബേസിക്കലി ഇവിടെ 72xyz ഡിവൈഡഡ് ബൈ 2x ഇതൊരു എക്സാമ്പിൾ ആണ്. ഇനി സംടൈംസ് ഇവിടെ മേ ബി ഒരു 36x²y ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇത് വേറൊരു എക്സാമ്പിൾ ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ മേ ബി ഒന്നിലധികം ടേം ഉണ്ടാവാം, ദാറ്റ് മീൻസ് പോളിനോമിയൽ ആവാം, അല്ലെങ്കിൽ ഒരു ഒറ്റ ടേം ലൈക്ക് 72xyz മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് മോണോമിയൽ ആണ്. ഒരു മോണോമിയലിനെ വേറൊരു മോണോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഒന്നിലധികം ടേം ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതിനെ നമുക്കൊരു മോണോമിയലോട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം മുകളില് എന്താ പറയാ ഒരു പോളിനോമിയലാ, ഒന്നിലധികം ടേം ഉണ്ട്, താഴെയും എന്താണ് ഒരു പോളിനോമിയലാ, അപ്പോഴും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ എന്തായാലും ഇവിടെ എന്തെങ്കിലും ഒരു ടേം കോമൺ ആയിട്ടുണ്ടാവും. ആ കോമൺ ടേമിനെ നിങ്ങൾക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒന്നിലധികം മെത്തേഡുകൾ ഉണ്ട്. എന്തൊക്കെയാണ് ഒന്നിലധികം മെത്തേഡുകൾ? സോ ഏറ്റവും ആദ്യം നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് സെക്ഷൻ എ മോണോമിയൽ ബൈ എനദർ മോണോമിയൽ, ഇതിൽ തന്നെ നമുക്ക് ആ രണ്ട് മെത്തേഡുകളും ഡിസ്കസ് ചെയ്യാം. സോ എ മോണോമിയൽ ബൈ എനദർ മോണോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 55 ഡിവൈഡഡ് ബൈ 5 ഇത് ഈ ഒരു കേസിന്റെ ഒരു എക്സാമ്പിളാണ്. കാരണം 55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. സോ അതുകൊണ്ട് ഇതൊരു മോണോമിയൽ ആണ്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഇതും എന്താണ്, ഒരു മോണോമിയൽ ആണ്. സോ നിങ്ങൾക്ക് ഇത് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. 5 × 11 ഇതാണ് എന്ത്, ഈ 55ന്റെ എന്താ പറയാ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ അത് ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിന്റെ ആൻസർ എന്തായിട്ട് കിട്ടും? 11 ആയിട്ട് കിട്ടും. ഒരു പ്രശ്നവുമില്ല, ഒന്നിലധികം മെത്തേഡിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ഈസി ആയിട്ട് ഇത് കിട്ടും. കുഴപ്പമൊന്നുമില്ല, ഇത് വളരെ ഈസിയാണ് അല്ലെ. പക്ഷേ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, സപ്പോസ് ദിസ് ഇസ് വൺ എക്സാമ്പിൾ, സപ്പോസ് വി ഹാവ് അനദർ എക്സാമ്പിൾ. സോ ക്വസ്റ്റ്യൻ ഈസ് 72. നേരത്തെ എഴുതിയ ഒരു ക്വസ്റ്റ്യന്റെ ടൈപ്പ് തന്നെ തരാം. x⁵ y⁵ z ഡിവൈഡഡ് ബൈ 4xy². ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇത് രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 72നെയും 4നെയും അതേപോലെ തന്നെ ഇവിടെയുള്ള XYZ ടേംസിനെയും ഒക്കെ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ ഇത് എഴുതുക മൊത്തത്തിൽ അങ്ങ് എഴുതുക. എന്നിട്ട് ഓരോ ടേമും നമുക്ക് കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്താം. ആ മെത്തേഡാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയേ, ഈ 72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും 72 എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം 36 വരും ബൈ 2, വീണ്ടും 18 വരും ബൈ 2, 9 വരും, ദെൻ ഇതാണ് വരും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിയ 72 ബൈ 2 36, 36 ബൈ 2 18, 18 ബൈ എന്താ പറയുക 2 എന്ന് പറഞ്ഞാൽ 9, 9 ബൈ 3 3 വരും. സോ നമുക്ക് പറയാൻ പറ്റുന്നത് 72 ഈസ് ഈക്വൽ ടു 1 2 3 ഇവിടെ 2⁻3 × 3⁻2 എന്ന് എഴുതാൻ പറ്റും. അത് ഫുള്ളായിട്ട് 2 × 2 × 2 × 3 × 3 അതാണ് നമുക്ക് സത്യത്തിൽ എഴുതേണ്ടത്. അത് നമുക്ക് തൽക്കാലം ഇവിടെ എഴുതാം. ഓക്കെ, പിന്നെ അതേപോലെ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് 2 × 2 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 72നെ നമ്മൾ അവിടെ കിട്ടിയ പോലെ തന്നെ എങ്ങനെ എഴുതാ, 2 × 2 × 2 ×
ഇതാണ് എഴുതുക. ഇനി അത് കഴിഞ്ഞിട്ട് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എക്സ് എക്സ്, ഇവിടെ 1 2 3 4 5 ടൈംസ് എക്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് എക്സ് പവർ 5 എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ വൈയുടെ ടേം ആണെങ്കിൽ ഇൻറ്റു, നമുക്ക് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് താഴെ എഴുതാം, ഇൻറ്റു വൈ ഇൻറ്റു വൈ ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ്. ഇത്രയും ടേം ആണ് ന്യൂമറേറ്ററിൽ ഉള്ളത്. ഇത് ഡിവൈഡഡ് ബൈ എന്താണ് ചെയ്യേണ്ടത്? ഇത് ഡിവൈഡഡ് ബൈ 4xy². 4നെ 2 ഇൻറ്റു 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ഇൻറ്റു വൈ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ടേം ക്യാൻസൽ ചെയ്യണം. ഇതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, സോ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇവിടെയുള്ള ഒരു 2ഉം 2ഉം അടുത്ത 2ഉം അടുത്ത 2ഉം ക്യാൻസൽ ആവും. ഇനി അതേപോലെ തന്നെ ഇവിടെയുള്ള എക്സ്, അതേപോലെ തന്നെ ഇവിടെയുള്ള ഒരു എക്സ്, ഇവിടെയുള്ള വൈ, ഇവിടെയുള്ള ഒരു വൈ, ഇവിടെയുള്ള അടുത്ത വൈ, ഇവിടെയുള്ള അടുത്ത വൈ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ടേംസ് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്താ? 2 ഇൻറ്റു 3 ഇൻറ്റു 3 2 ഇൻറ്റു 3 6 6 ഇൻറ്റു 3 18 വരും. സോ ഫൈനൽ ആൻസർ 18 ആണ് നമ്പർ ആയിട്ടുണ്ടാവുക, കോൺസ്റ്റന്റ് ആയിട്ടുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ എക്സിന്റെ എത്ര ടേം ഉണ്ട്? 1 2 3 4 4 ടേം ഉണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും x⁴ ആണ്. ഇനി വൈയുടെ എത്ര ടേം ഉണ്ട്? വൈയുടെ ഒരൊറ്റ ടേം ആണ് ബാക്കിയുള്ളത്. സോ നമുക്ക് പറയാൻ പറ്റും y ആണ് വരിക. ഇനി അതേപോലെ ഇവിടെ z ഒന്നും ചെയ്തിട്ടില്ല, അപ്പൊ അത് നമുക്ക് z എന്ന് എഴുതാൻ പറ്റും. ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് മെത്തേഡിൽ ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? ഓരോ ടേമും ഫാക്ടറൈസ് ചെയ്യുന്നു. എക്സ് പവർ 5 അല്ലെങ്കിൽ 72 വാട്ട് എവർ ബി ദ നമ്പർ, അത് നമ്മൾ എന്ത് ചെയ്യും? ഫാക്ടറൈസ് ചെയ്യുന്നു, മൊത്തത്തിൽ ഫാക്ടറൈസ് ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് എഴുതണം. 72 എക്സ് പവർ 5 ഡിവൈഡഡ് ബൈ ഇതങ്ങ് എഴുതണം. ഇതാണ് നമ്മൾ എഴുതുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമുക്കൊരു ഫോർമുല അറിയാം. എന്താ ഫോർമുല? എക്സ് പവർ എം ഡിവൈഡഡ് ബൈ എക്സ് പവർ എൻ ഈക്വൽ ടു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. അപ്പൊ ഇത് ആക്ച്വലി നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കാനുള്ളതാണ്. സോ ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും സ്റ്റെപ്പ് വെച്ചിട്ടൊന്നും ചെയ്യില്ല. നിങ്ങൾ ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കും. അപ്പോ ഇവിടെ പറയുന്നതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്സ് പവർ 4 ബൈ എക്സ് പവർ 2 ആണ് നമ്മുടെ ചോദ്യം എന്ന് വിചാരിക്കുക. ഇതെന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി എക്സ് പവർ 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ x² എന്നാണ് വരിക. സോ ഇതെങ്ങനെ വരുന്നത് ക്ലിയർ ആക്കി തരാം. എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് 4 ടൈംസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. താഴെയോ എക്സ് ഇൻറ്റു എക്സ് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോ 4 ടൈംസ് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ 2 എണ്ണം പരസ്പരം ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ഉണ്ടാവുക? ന്യൂമറേറ്ററിൽ എക്സ് ഇൻറ്റു എക്സ്, അതാണ് എന്ത്? എക്സ് പവർ 2 എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഓരോ ടേമും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിന്റെ സിമിലർ ആയിട്ട് എന്ത് ചെയ്യാം? ഈ നമ്പറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഈ 72/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാ. എങ്ങനെയാണ്? 72/2 36 ആണ്. 36 ബൈ വീണ്ടും 2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 18 ആണ് വരിക. സോ ഒറ്റ സ്റ്റെപ്പ് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഈ 72/4 എന്ന് പറയുമ്പോൾ ഒറ്റ സ്റ്റെപ്പ് തന്നെ നമുക്ക് എന്ത് കിട്ടും? 18 ആണെന്ന് കിട്ടും. അപ്പൊ ഇതും ക്യാൻസൽ ആയിട്ട് ഇവിടെ 18 കിട്ടും. ഇനി അതേപോലെ തന്നെ എക്സ് പവർ 5 മൈനസ് എക്സ് പവർ 1 എക്സ് പവർ 5 മൈനസ് ഈ എക്സിന്റെ പവർ 1 ആണ് അല്ലെ. എക്സ് പവർ 5 മൈനസ് 1 എന്നാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ m5ഉം n1ഉമാണ്. സോ ഇവിടെ വരിക എക്സ് പവർ 5 മൈനസ് 1 ആണ്. ഇനി അതേപോലെ തന്നെ y പവർ 3 മൈനസ് 2 y പവർ 3 മൈനസ് 2 അത് കഴിഞ്ഞിട്ട്
സെഡ് പവർ 1 ബാക്കിയുണ്ട്, അത് സെഡ് എന്ന് എഴുതിയാൽ മതി, കാരണം സെഡിന്റെ ടേം ക്യാൻസൽ ആവുന്നില്ല. സോ നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് ഈക്വൽ ടു 5 മൈനസ് 1 4 വരും, 3 മൈനസ് 2 1 വരും. ഇതാണ് ആൻസർ വരിക. അത് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. സോ നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള മെത്തേഡ് ഇതാണ്. സോ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിലും ചെയ്യാം, കുഴപ്പമില്ല. ഇത് എല്ലാവർക്കും ഓക്കെയാണ്, കാരണം ജസ്റ്റ് ഇങ്ങനെ 5 പ്രാവശ്യം ഉണ്ടെങ്കിൽ 5 ടൈംസ് ആണ് 5 ടൈംസ് എക്സ് 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 എന്ന് എഴുതുന്നു, 3 ആണെങ്കിൽ 3 ടൈംസ് വൈ 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 എന്ന് എഴുതുന്നു. അങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യും, കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യുന്നു. ഇതാണ് സംഭവം. അതേപോലെ നമ്പറും 72 ആണെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുന്നു, എന്നിട്ട് ആ ഒരു ടേമിലും ഡിനോമിനേറ്ററിലുള്ള 4ന്റെ ഫാക്ടേഴ്സിലും കോമൺ ടേം ക്യാൻസൽ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ നമ്മൾ ഇത്രയുമാണ് ഈ ഒരു മോണോമിയലിനെ മറ്റൊരു മോണോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മോണോമിയൽ ബൈ മോണോമിയൽ കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്, എ പോളിനോമിയൽ ബൈ എ മോണോമിയൽ. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക, ജസ്റ്റ് ഒരു എക്സാമ്പിൾ തരാം. ഇവിടെ 3x² പ്ലസ് 6xy പ്ലസ് 5y². ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഡിവൈഡഡ് ബൈ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് 2y എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. എ പോളിനോമിയൽ ആണെന്ത്, ഇതാണ് നമ്മുടെ പോളിനോമിയൽ. അത് ഡിവൈഡഡ് ബൈ എന്താണ് മോണോമിയൽ, ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ 2y ആണ് വരിക. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയേ, നമ്മൾ ഏറ്റവും ആദ്യം ഫസ്റ്റ് മെത്തേഡ് പ്രകാരം തന്നെ ഇത് ചെയ്യാം. x ഇൻറ്റു എക്സ് ഇൻറ്റു വൈ പ്ലസ് 6 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ പ്ലസ് 5 ഇൻറ്റു വൈ ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു വൈ. ഇതാണ് വരിക. ഇതില് എല്ലാ സ്റ്റെപ്പിലും അല്ലെങ്കിൽ എല്ലാ ടേമിലുമുള്ള കോമൺ ടേം നമുക്ക് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. ഇവിടെ y ഉണ്ട്, ഇവിടെ y വന്നു, ഇവിടെയും y വന്നിട്ടുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും എന്ത്, y ആണ് കോമൺ ടേം. സോ നമുക്ക് എഴുതാം y ഇൻറ്റു ബാക്കി വരിക 3x². x ഇൻറ്റു എക്സിനെ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, 3x² എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ 6xy എന്നുള്ളതിൽ y പോയി കഴിഞ്ഞാൽ 6x വരും. അത് കഴിഞ്ഞിട്ട് 5y² എന്നുള്ളതിൽ അല്ലെ 5y ഇൻറ്റു വൈയിൽ y പോയാൽ ബാക്കി 5y ആണ് വരും അല്ലെ. സോ പ്ലസ് 5y എന്ന് വരും. സോ ഇത് ഡിവൈഡഡ് ബൈ എന്താ ഉള്ളത്, 2y ആണുള്ളത്. സോ നമുക്കിവിടെ 2y എന്ന് എഴുതാം. എന്നിട്ട് കോമൺ ടേം ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു വിൽ ഗെറ്റ് ഫൈനലി. സോ നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് ഈക്വൽ ടു 3x² പ്ലസ് 6x പ്ലസ് 5y ഓൾ ഡിവൈഡഡ് ബൈ 2. ഇതാണ് എന്ത്, ഫൈനൽ ആൻസർ. അപ്പൊ ഇതാണ് ഒരു പോളിനോമിയലിനെ നമ്മൾ ഒരു മോണോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വരിക. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത സെക്ഷൻ, പോളിനോമിയൽ ബൈ അനദർ പോളിനോമിയൽ. പോളിനോമിയൽ ബൈ അനദർ പോളിനോമിയൽ. നിങ്ങൾ നോക്കി, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെ x² പ്ലസ് 5x പ്ലസ് 6 ഡിവൈഡഡ് ബൈ നിങ്ങളോട് x+2 ആണ് പറയുന്നത്. രണ്ടും എന്താണ്, ഓരോ പോളിനോമിയൽസ് ആണ്. അപ്പോ ഇവിടെ നമുക്ക് എന്തായാലും നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് എന്താന്ന് വെച്ചാൽ 99% കേസിലും ഈ ഒരു ടേം ബൈ x+2 എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു കോമൺ ടേം ഉണ്ടാവും. അത് 99% എന്തായിരിക്കും, x+2 ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേം എന്ന് പറയുമ്പോൾ x+2 ഇൻറ്റു സംതിങ് ആയിരിക്കും, x+2 ഇൻറ്റു സംതിങ് ആയിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും എന്ത്, ഈ ഒരു ടേമിനെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് എന്താ പറയുക തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കാണാം. എങ്ങനെയാണ്, ഇവിടെ 2 വരികയാണെങ്കിൽ എന്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് 6 കിട്ടുക,
2 into 3 ആണ് 6. സോ നിങ്ങൾക്ക് 100% പറയാൻ പറ്റുന്നത് x+2 into x+3 ആയിരിക്കും എന്ത് ഈ ന്യൂമറേറ്റർ ടേം എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അത് ക്രോസ് ചെക്ക് ചെയ്യാം. എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുക? ഇവിടെ നിങ്ങൾ നോക്കിയേ 2 into 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇനി ഇവിടെ x into 3 3x പ്ലസ് x into 2 2x 3xും അതേപോലെ ഈ 2xും കൂടി കൂട്ടി എത്ര വരിക 5x വരും. അത് തന്നെയല്ല ഇവിടെ വന്നത്. ഇനി x into x അതാണ് x സ്ക്വയർ. കണ്ടോ? സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫാക്ടറൈസേഷൻ ഓഫ് ദിസ് ടേം അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ഫൈൻഡിങ് ദ അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് എന്ന് പറയുന്നത് ടു ഈസി ആണ്. ബിക്കോസ് യു വിൽ ഗെറ്റ് ദ ഫാക്ടർ വൺ ഫാക്ടർ ഫ്രം ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ്. അപ്പോൾ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. സോ ചുരുക്കി പറഞ്ഞാൽ ദിസ് ഡിവൈഡഡ് ബൈ x+2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ബാക്കി ഉണ്ടാവുക? ദിസ് x+2 ആൻഡ് ദിസ് x+2 ക്യാൻസൽ ആവും. സോ ബാക്കിയുള്ളത് x+3 എന്ന് പറയുന്ന ടേം മാത്രമാണ്. ഇനി നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേം നിങ്ങൾക്ക് ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ മുമ്പ് ചെയ്ത രീതിയിൽ ചെയ്യണം എന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിലും നമുക്കത് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് x² പ്ലസ് 5x പ്ലസ് 6 ഡിവൈഡഡ് ബൈ x+2. സോ ഇവിടെ നമുക്കറിയാം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് 6 ആണ്, സമ്മ് 5 ആണ് അല്ലേ? സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ 2 into 3 2 into 3 2 3 6 ആണ്. അതേപോലെ തന്നെ 2 + 3 എത്രയാ 5 ആണ്. സോ ഈ കേസ് മാത്രമേ വരുള്ളൂ. ഇപ്പൊ 6ന്റെ ഫാക്ടേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 into 6 പറയാം, 2 into 3 പറയാം അല്ലേ? ഇനി വേണമെങ്കിൽ -2 into -3 പറയാം, -1 into -6 പറയാം. അതൊക്കെ എന്താ പ്രോഡക്റ്റ് 6 ആണ് വരിക. സോ ഈ ഒരു കോമ്പിനേഷൻ ആണ് എന്ത് വരിക നമുക്കിതിൽ വരിക. സോ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു ക്വസ്റ്റ്യനെ x² പ്ലസ് 5x പ്ലസ് 6നെ x² പ്ലസ് 2x പ്ലസ് 3x പ്ലസ് 6 എന്ന് എഴുതാൻ പറ്റും. എന്നിട്ടോ ഇതിൽ കോമൺ ടേം നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. സോ എന്താ ബാക്കി വരിക? ഇങ്ങനെയാണ് വരിക. കാര്യം എന്താ? ഇവിടെ x ആണ് കോമൺ, x പോയാൽ x+2. ഇവിടെ 3 ആണ് കോമൺ, 3 പോയാൽ x+2. സോ അടുത്ത സ്റ്റെപ്പിൽ എഴുതാൻ പറ്റും ദിസ് ഇസ് ഈക്വൽ ടു x+2 ഈസ് ടേക്കൺ ഔട്ട് സൈഡ്, ദെൻ x പിന്നെന്താ വരിക? ഇവിടെ +3 x+3 ഇതാണ് ബാക്കി വരിക. സോ ബേസിക്കലി ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എന്തുണ്ടാവും? ഒരു ഫാക്ടർ ഉണ്ടാവും. സോ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. 2 into എന്താണ് 6? 2 into 3 ആണ് 6. സോ x+3 ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് പ്രോബ്ലം ആണ് എന്ത്? ഈ പോളിനോമിയൽ ബൈ അനദർ പോളിനോമിയൽ. സോ ഇത് പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടാവും. സോ അതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെഷനിൽ ചെയ്യാം. താങ്ക് യു.